ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പ്രാബല്യത്തിലുള്ള 10 പ്രമുഖ രാഷ്ട്രങ്ങൾ. ഒരു നാടിനെ പൂർണ്ണ അർത്ഥത്തിൽ അനുഭവിച്ചറിയുക അത് റോഡ് യാത്രയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഹിമാലയൻ യാത്രകൾക്കും വടക്ക് കിഴക്കൻ യാത്രകൾക്കും ഇന്ന് പ്രചാരം ഏറുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. ഇത് ഇന്ത്യയിലെ കാര്യം. എന്നാൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് അതിർത്തിക്ക് അപ്പുറത്ത് റോഡ് യാത്ര നടത്താൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പ്രാബല്യത്തിലുള്ള 10 രാഷ്ട്രങ്ങളെ ഇവിടെ പരിചയപ്പെടാം. അമേരിക്ക. അതെ, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് അമേരിക്കയിൽ വാഹനം ഡ്രൈവ് ചെയ്യാം. അതെങ്ങനെ സാധ്യമാകും? അമേരിക്കയിൽ റൈറ്റ് ഹാൻഡ് ട്രാഫിക് അല്ലേ? ചോദ്യമുയരാം. ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയ സാധുവായ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ 1 വർഷം വരെ നിങ്ങൾക്ക് അമേരിക്കയിൽ ഡ്രൈവ് ചെയ്യാം. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഇംഗ്ലീഷിലല്ല എന്നുണ്ടെങ്കിൽ രാജ്യാന്തര ഡ്രൈവിംഗ് പെർമിറ്റിനൊപ്പം I-94 ഫോമും അനിവാര്യമാണ്. നിങ്ങൾ അമേരിക്കയിൽ പ്രവേശിച്ച തീയതി രേഖപ്പെടുത്തുന്നതാണ് I-94. ജർമ്മനി. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ 6 മാസം വരെ ഡ്രൈവ് ചെയ്യാം. രാജ്യാന്തര ഡ്രൈവിംഗ് പെർമിറ്റ് ആവശ്യമാണെന്ന് ജർമ്മൻ നിയമം അനുശാസിക്കുന്നില്ല. എന്നാൽ പരിഭാഷപ്പെടുത്തിയ നിയമരേഖകൾ കൈവശം സൂക്ഷിക്കുന്നത് പരിശോധന വേളയിൽ കാര്യങ്ങൾ സുഗമമാക്കും. ഇനി രാജ്യാന്തര ഡ്രൈവിംഗ് പെർമിറ്റ് ഇല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് നേടാൻ സാധിക്കും. ജർമ്മനിയിലും റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് സംവിധാനമാണ് നിലകൊള്ളുന്നത്. ഓസ്ട്രേലിയ. ഇംഗ്ലീഷിലുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കൈവശമുണ്ടെങ്കിൽ 3 മാസം വരെ ഓസ്ട്രേലിയയിൽ ഡ്രൈവ് ചെയ്യാം. ന്യൂ സൗത്ത് വെയിൽസ്, ക്യൂൻസ്ലാൻഡ്, സൗത്ത് ഓസ്ട്രേലിയ, നോർത്തേൺ ടെറിട്ടറി, ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി എന്നിവിടങ്ങളിൽ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം. ഫ്രാൻസ്. സാധുവായ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് 1 വർഷം വരെ ഫ്രാൻസിൽ ഡ്രൈവ് ചെയ്യാം. അതേസമയം ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫ്രഞ്ച് പരിഭാഷ നിർബന്ധമാണ്. ഫ്രാൻസിലും റൈറ്റ് ഹാൻഡ് റോഡ് ട്രാഫിക് സിസ്റ്റമാണ് നിലകൊള്ളുന്നത്. ദക്ഷിണാഫ്രിക്ക. ഫോട്ടോയും ഒപ്പും സഹിതം ഇംഗ്ലീഷിലുള്ള ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസാണ് ദക്ഷിണാഫ്രിക്കയിൽ ആവശ്യം. എന്നാൽ ദക്ഷിണാഫ്രിക്കൻ സന്ദർശനങ്ങളിൽ രാജ്യാന്തര ഡ്രൈവിംഗ് പെർമിറ്റ് അനിവാര്യമാണ്. കാരണം കാർ വാടകയ്ക്ക് നൽകുന്ന കമ്പനികൾ രാജ്യാന്തര ഡ്രൈവിംഗ് പെർമിറ്റാണ് ആവശ്യപ്പെടുക. ഇംഗ്ലണ്ട്. 1 വർഷം വരെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് ഇംഗ്ലണ്ടിലും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം. ഇന്ത്യക്ക് സമാനമായ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് സംവിധാനമാണ് ഇംഗ്ലണ്ടിലുള്ളത്. ന്യൂസിലാൻഡ്. 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇന്ത്യൻ ഡ്രൈവർമാർക്ക് ന്യൂസിലാൻഡിൽ ഡ്രൈവ് ചെയ്യാം. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് ഇംഗ്ലീഷിലല്ല എന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡിൽ ട്രാൻസ്പോർട്ട് ഏജൻസിയിൽ നിന്നും ഔദ്യോഗിക പരിഭാഷ നേടാം. ലെഫ്റ്റ് ഹാൻഡ് റോഡ് ഡ്രൈവാണ് ന്യൂസിലാൻഡിലും നിലകൊള്ളുന്നത്. സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് സ്വിറ്റ്സർലാൻഡിലും ആവശ്യപ്പെടുന്നത്. 1 വർഷം വരെ ഇന്ത്യൻ ലൈസൻസ് ഉപയോഗിച്ച് സ്വിറ്റ്സർലാൻഡിൽ ഡ്രൈവ് ചെയ്യാം. റൈറ്റ് ഹാൻഡ് റോഡ് ഡ്രൈവാണ് സ്വിറ്റ്സർലാൻഡിലുമുള്ളത്. മൗറീഷ്യസ്. 1-2 ദിവസം കൊണ്ട് തന്നെ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന ചെറുദ്വീപാണ് മൗറീഷ്യസ്. സാധുവായ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസും ഇംഗ്ലീഷ് പരിഭാഷയുമാണ് ഇവിടെ ആവശ്യം. നോർവേ. 3 മാസം വരെ സാധുവായ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് നോർവേയിൽ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും.